പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിന്റെ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങി ഇളനീർ കുടിക്കുകയാണ്. വോട്ടർമാരെ കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് റോഡ് ഷോ ഇപ്പോൾ നടന്നു? ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? നല്ല പ്രതികരണമാണ്. നമുക്ക് കാണാമല്ലോ എത്ര വലിയൊരു മോട്ടോർ വാഹന വ്യൂഹമാണ് അനുധാവനം ചെയ്തിരുന്നതെന്ന്. മണ്ഡലത്തിലാകമാനം പ്രവർത്തകരുടെ ആവേശം ആളിക്കത്തിക്കൊണ്ടിരിക്കുക. ജനങ്ങളുടെയും വലിയ പ്രതികരണമാണ്. ഓരോ ദിവസം പ്രചരണം പുരോഗമിക്കും തോറും എന്തൊക്കെ മാറ്റങ്ങളാണ് കണ്ടുവരുന്നത്? ഓരോ ദിവസം കഴിയുന്തോറും ഒരു കാര്യം ബോധ്യമാണത്, BJPയുടെ വോട്ട് ഷെയർ കുറയും. 29 കഴിഞ്ഞ തവണ 12 കിട്ടിയ ഭാഗ്യം. അപ്പോൾ ആ വോട്ടുകൾ പക്ഷമില്ലാതെ നിൽക്കുക മികച്ച സ്ഥാനാർത്ഥിക്ക് പോകുന്ന ഞാൻ കരുതുന്നത്. അല്ലെങ്കിലും പത്തനംതിട്ട പ്രത്യേകത ഇങ്ങനെ പക്ഷമില്ലാത്ത വോട്ടർമാരുടെ എണ്ണം വലിയ ശതമാനം വരും എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലേക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിലും UDF ആണല്ലോ ജയിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ പണ്ടൊക്കെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഒരു ഉറച്ച കോട്ടയാണ് പത്തനംതിട്ട എന്ന് പറയാറുണ്ട്. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതെല്ലാം മാറി പൂർണ്ണമായിട്ടും LDFന്റെ കയ്യിലേക്ക് പോകുന്നു. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ഇപ്പോഴും UDFന്റെ ഒരു മുൻതൂക്കമാണുള്ളത്. അപ്പോൾ അത് തിരുത്താൻ പോയേ എല്ലാത്തിനും ഒരു തുടക്കം വേണ്ട. ഇത്തവണ ലോക്സഭ വിധി മാറ്റിയെഴുതും, LDF ജയിക്കും. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിക്ക് 40,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയിരുന്നു. വീണ ജോർജ് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. NDA 3ാം സ്ഥാനത്തായിരുന്നു. ജോർജ് 3ാം സ്ഥാനത്ത് പോകുന്നൊക്കെ ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് BJP ജയിക്കരുതല്ലോ എന്നുള്ള വാശിയിൽ പല ന്യൂനപക്ഷ വിഭാഗങ്ങളും കോൺഗ്രസിന് വോട്ട് ചെയ്തതാണ്. ഇത്തവണ ആരും BJP കരുതുന്നു പോലുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. 3ാം സ്ഥാനം എന്ന് വെച്ചാൽ 12% വോട്ടാണ്. അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞവണ സംഭവിച്ചിട്ടുണ്ടാവില്ല. നല്ല ഭൂരിപക്ഷത്തിന് LDF ജയിക്കും. UDF സ്ഥാനാർത്ഥി ആന്റണി ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടെ സർക്കാർ മിഷനറിയെ ഉപയോഗിക്കുന്നു LDF സ്ഥാനാർത്ഥി പ്രചരണത്തിന് വേണ്ടി എന്നുള്ളതാണ്. എന്ത് ചെയ്യാം, ആന്റണിക്ക് കുടുംബശ്രീയായിട്ട് ആരും ബന്ധമില്ലെന്ന്. അത് ഞാനെന്ത് ചെയ്ത്? ഞാൻ കുടുംബശ്രീയായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുന്നതാ. കുടുംബശ്രീയിൽ കോൺഗ്രസ്സുകാരുണ്ട്, CPM ഉണ്ട്. ചെല്ലും, വോട്ട് ചോദിക്കും. ആന്റണിയും പോയി ചോദിക്കട്ടെ എന്ന് ആര് തടയും? ഈ കുടുംബശ്രീ ഇപ്പോൾ CDS ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ വാട്സാപ്പ് സന്ദേശമൊക്കെ അയക്കുമ്പോൾ നിർബന്ധമായും പങ്കെടുക്കണം, അങ്ങയുടെ മുഖാമുഖം പരിപാടിയിൽ നിന്ന് സന്ദേശങ്ങൾ അയക്കാറുണ്ട്. അതാണ് UDF ചൂണ്ടിക്കാണിക്കുന്നത്. അതായിക്കോട്ടെ, ഞങ്ങള് കുടുംബശ്രീയിലുള്ള CPM അനുഭാവികളോട് പറയണം, നിർബന്ധമായിട്ടും പറയണം. എന്താ കോൺഗ്രസും പറഞ്ഞോളൂ, ആര് തടസ്സം നിൽക്കണ്? അങ്ങ് ആദ്യം മുതൽ കിഫ്ബി വിഷയം മണ്ഡലത്തിൽ മുഴുവൻ പ്രചരണ വിഷയമാക്കുമെന്ന് പറഞ്ഞു. വലിയ വികസന നേട്ടങ്ങൾ അതുകൊണ്ടുണ്ടായെന്നും അങ്ങ് പറയുന്നുണ്ട്. അതിപ്പോഴും എങ്ങനെയാണ്? വോട്ടർമാരുടെ ഇടയിൽ അത് സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഓരോ ദിവസം കഴിയുന്നവരും UDF ഒറ്റപ്പെടുകയല്ലേ. അവർ പറയട്ടെ എന്ന് 7,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി ഇല്ലെങ്കിൽ അവരെങ്ങനെ നടത്തും എന്നുള്ളത്. അയ്യോ, ഇത്ര സ്പീഡിലൊന്നും ഓടണ്ട, കേരളം പതുക്കെ പതുക്കെ പോയാൽ മതി എന്നാണോ പറയണത്? ജനങ്ങളോട് തുറന്നു പറയാന്ന്. EDയുടെ മുന്നിൽ ഹാജരാകില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ്. ആ ഒരു തീരുമാനത്തിൽ മാറ്റമില്ല. ഞാനല്ലല്ലോ തോറ്റിരിക്കണേ, ED അല്ലേ. അവരല്ലേ പറഞ്ഞിരിക്കണേ എന്തിനാ എന്നെ വിളിപ്പിക്കണമെന്ന് പറയാനായിട്ട് 2 ആഴ്ച കൂടി വേണമെന്ന്. അവര് മാറ്റിവെപ്പിച്ചിരിക്കുകയല്ലേ, അല്ല ഞാനല്ലോ മാറ്റിവെക്കണമെന്ന് പറഞ്ഞത്. വർഷം 2 ഇത് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. എന്റെ ചോദ്യം ലളിതാ, എന്ത് വയലേഷൻ ഓഫ് ലോ നടത്തിയത് പറ. അല്ലാതെ വെറുതെ കിടന്നിട്ട് വിളിച്ചാലൊന്നും ചെല്ലാനൊന്നും ഇല്ല കേട്ടോ, പോവില്ല. അപ്പോൾ UDFന്റെ കഴിഞ്ഞ ഒരു ഹാട്രിക് നേട്ടം 4ാമത് ജയിക്കുമെന്നാണ് UDF അവകാശപ്പെടുന്നത്. പക്ഷേ LDF പറയുന്നത് ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് തന്നെയാണ്. സംശയമുണ്ടോ? 7 മണ്ഡലങ്ങളും LDFന്റേത്, പഞ്ചായത്തുകളും എല്ലാം മഹാഭൂരിപക്ഷമായി. ഇനിയൊരു തെറ്റും കൂടി തിരുത്താനുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത് അത് ഇത്തവണ തിരുത്തും. തോമസ് ഐസക് വലിയ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉൾപ്പെടെ പ്രചരണ പരിപാടികൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. ഇക്കുറി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ LDF വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥി തോമസ് ഐസക് ഉറപ്പിച്ചു പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.